ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടവൽ ആർട്ടാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയുടെ അവസാനം ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പപ്പിക്കുട്ടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ ടവലാണ് എടുത്തിരിക്കുന്നത്. ഈ ടവലിനെ രണ്ടറ്റത്തു നിന്നും ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ആദ്യം ഒരു സൈഡിൽ നിന്ന് പിന്നെ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് നേരെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് താഴെ നിന്ന് ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് ആ കാണുന്ന ഭാഗത്തൂടെ നമുക്കൊന്നുകൂടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്കിത് ഇതുപോലെ കിട്ടും. ഇപ്പം നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു ഹോൾ കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്തൂടെ നമുക്കൊരു സംഭവം ഇടണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ഈ കാണിക്കുന്ന വിധം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ക്ലോത്ത് തന്നെ വേണമെന്നില്ല, പേപ്പർ ആയാലും മതി. പക്ഷേ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ആ ഹോളിനകത്തൂടെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു ചെവി പോലെയൊക്കെ തോന്നില്ലേ? ഇനി എന്താ, കണ്ണും മൂക്കും വെച്ച് കൊടുത്താൽ ആരായി? നമ്മുടെ പപ്പിക്കുട്ടി സെറ്റായി. എന്താ ക്യൂട്ടല്ലേ? നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒത്തിരി നേരം ഇതും ഉണ്ടാക്കിയിട്ട് അതിനോട് കളിച്ചു. അല്ലാതെ ഒറിജിനൽ പപ്പിക്കുട്ടിയോട് കളിക്കാൻ എനിക്കാവില്ല. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ഈ ഒരു റാബിറ്റ് ആണ്. അപ്പോൾ റാബിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് കളർ ടവൽ എടുക്കാം. അപ്പോൾ ടവൽ എടുക്കുക. എന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ ഫോൾഡ് ചെയ്യേണ്ടത്. ഈ ഒരു സൈഡിൽ നിന്നും ആ ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ സെൻറ്ററിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഏറ്റവും മുകളിൽ ഒരു കോർണറിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പിടിക്കുക, അവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും ആ ഒരു കോർണറും നമുക്ക് ഇങ്ങനെ അതുപോലെ തന്നെ പിടിച്ചിട്ട് അവിടെയും ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ കോട്ടണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇവിടെ കൂടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് ഒത്തിരി കരുതിക്കോളൂ കേട്ടോ. കാരണം റബ്ബർ ബാൻഡ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവിടെ കൂടെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഏറ്റവും അടിയിലത്തെ രണ്ട് കോർണറും കൂടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ റബ്ബർ ബാൻഡ് ഇല്ലാത്തത് കാരണം ഞാൻ രണ്ട് കോർണറും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയാണ് പിന്നത്തെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ രണ്ട് എൻഡിലും കൂടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ റബ്ബർ ബാൻഡ് ഇല്ലാത്തത് കാരണം ഞാൻ അങ്ങനെ പിടിച്ചിട്ട് ഏറ്റവും സെൻറ്ററിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ മുടിയിലൊക്കെ കെട്ടുന്ന ബാൻഡാണ് അവിടെ ഞാൻ വെച്ച് കൊടുത്തത്. അപ്പോൾ അതിട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനിയിപ്പോൾ ഏറ്റവും അടിയിലായിട്ട് ആ രണ്ട് കോർണറിൽ കൂടെ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. ഇവിടെയും ഇവിടെയും. അപ്പോൾ റബ്ബർ ബാൻഡ് ഇല്ലാത്ത കാരണം ഞാനവിടെ ത്രെഡ് വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണും മൂക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ റാബിറ്റ് കൂട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൾക്ക് എന്താണെന്ന് അറിയില്ല, ഇത്തിരി ഗൗരവം കൂടിപ്പോയി. ഓക്കെ, നമുക്ക് തേർഡ് വൺ കാണാം. തേർഡ് വൺ വരുന്നതും ഒരു റാബിറ്റ് തന്നെയാണ്. ഇയാളാണ് താരം. ഇതൊരു കുഞ്ഞൻ റാബിറ്റാണ്. അപ്പം നമുക്ക് ടവൽ എടുക്കാം. ടവൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു എൻഡ് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ആ ഒരു എൻഡും ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിവിടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇങ്ങനെ ഒന്ന് വെക്കുക. ഇതിങ്ങനെ നിവർത്തി വെക്കുക. അതിനുശേഷം താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് പിടിക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ നല്ല പോലെ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഞാനിത് ഓരോന്നും ഉണ്ടാക്കുക പിന്നെ അഴിക്കുക, പിന്നെ ഉണ്ടാക്കുക പിന്നെ അഴിക്കുക, ഇങ്ങനെയാണ് ഓരോന്നും ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഓരോന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റബ്ബർ ബാൻഡ് എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത്രയും റബ്ബർ ബാൻഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോന്നും ഉണ്ടാക്കി അഴിച്ചു, പിന്നെ അടുത്ത ചെയ്തു, അങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ എൻഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഉള്ളോട്ടേക്ക് ഇതുപോലെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഇവിടെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരാൾക്ക് ഇത്ര പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതോടെ കഴിഞ്ഞ് പിന്നെ കണ്ണും മൂക്കൊക്കെ ഒന്ന് എല്ലാവർക്കും വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു
കുഞ്ഞൻ റാബറ്റ് ഇവിടെ റെഡിയായി. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞൻ റാബറ്റ്? ക്യൂട്ടല്ലേ? അപ്പം ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. റാബിറ്റാണോ, പപ്പിക്കുട്ടിയാണോ, ബണ്ണിക്കുട്ടനാണോ, ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ബണ്ണിക്കുട്ടനെ കണ്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് അറ്റ് ലാസ്റ്റ് ബണ്ണിക്കുട്ടനെ ഉണ്ടാക്കുന്നത് കാണാം. ഇതാണ് ബണ്ണിക്കുട്ടന്മാർ. അപ്പം അതിനു വേണ്ടി നമ്മളിത് കളർ ടവലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടിതാ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത പോലെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ കിട്ടും. ഈ 2 സൈഡും നമുക്ക് പിന്നെ ഒന്ന് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. അതിനു മുമ്പായിട്ട് നമുക്കിതാ ഇവിടെ ഒന്ന് ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊക്കെ എല്ലാം എടുത്തിരിക്കുന്നത് ഹെയറിൽ കെട്ടുന്ന ബാൻഡാണ് കേട്ടോ. റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അതായിരുന്നു വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ 2 സൈഡും കൂടെ, ചെവിയാണ് കേട്ടോ അവിടെ വരുന്നത്, അവിടെ നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അവിടെയും നമ്മൾ ബാൻഡ് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ എന്താ, വളരെ സിമ്പിളാണ്. പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമ്മുടെ ബണ്ണിക്കുട്ടന്മാർ അവതരിപ്പിക്കുന്ന അടിപൊളി ഡാൻസ്.